എറണാകുളം ആലുവയിൽ 16-കാരനെ മർദ്ദിച്ചത് ചോദ്യം ചെയ്ത് യുവാവിന് ക്രൂരമർദ്ദനം. എടത്തലയിലെ ബാറിലാണ് സംഭവം. ജോജി ജോൺ എന്ന യുവാവിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ 12 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മകന്റെ മുന്നിൽ വെച്ച് പിതാവിനെ തല്ലിയത് ചോദ്യം ചെയ്തതാണ് ഈ അക്രമി സംഘത്തിന് പ്രകോപനമായത്. മർദ്ദനത്തെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സനി തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ ഫെബ്രുവരി 10 നടന്ന ക്രൂരമായ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. ആലുവ എടത്തലയിലുള്ള ഒരു ബാറിന് സമീപത്ത് വെച്ച് ഒരു 16-കാരനെ ഒരു കൂട്ടം ആളുകൾ സംഘം ചേർന്ന് മർദ്ദിക്കുന്നു. ഈ സമയത്ത് ഇതുവഴി വന്നിട്ടുണ്ടായിരുന്ന ജോജി ഈ മർദ്ദിക്കുന്നത് ജോജിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അതോടൊപ്പം തന്നെ ഈ പ്രായപൂർത്തിയാകാത്ത ഒരാളെ മർദ്ദിക്കുന്നത് എന്തിനാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് ജോജി ഇവരുടെ അരികിലേക്ക് ചെല്ലുകയും ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് ഈ സംഘം ജോജിയെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അത് ഇടിവളി ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ ബിയർ ബോട്ടിൽ കൊണ്ടുമൊക്കെയാണ് ജോജിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. ഈ മർദ്ദനത്തെ തുടർന്ന് ജോജിയുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ തലയിലുമൊക്കെ കാര്യമായിട്ടുള്ള മുറിവുകൾ സംഭവിക്കുകയും ഈ ഗുരുതരമായ പരിക്കേറ്റ് ജോജി ചികിത്സയിൽ തുടരുകയുമാണ്. ഇതിനെ തുടർന്നാണ് ജോജി എടത്തല പോലീസിൽ പരാതി നൽകുന്നത്. അത് 13 പേർക്കെതിരെയാണ് ജോജി പരാതി നൽകിയിരിക്കുന്നത്. അതിൽ 5 പേരെ എടത്തല പോലീസ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി പ്രതികൾ ഒളിവിലാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിവേഗത്തിൽ തന്നെ പ്രതികളെ കണ്ടെത്തുമെന്നുമാണ്, അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് പ്രകാരം ഇങ്ങനെയാണ്. അതായത് ഈ മർദ്ദനത്തിനിരയായിട്ടുള്ള 16 വയസ്സുകാരനും അതോടൊപ്പം തന്നെ ഈ 16-കാരന്റെ പിതാവും ഈ സംഘവും തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെ തുടർന്ന് അതിലുള്ള വൈരാഗ്യത്തെ തുടർന്നുമാണ് ഈ 16-കാരനെ ഇവർ മർദ്ദിക്കുന്നത്. ഈ സമയത്ത് പിതാവും അരികിലുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ചെന്നതുകൊണ്ടാണ് ജോജിയെ മർദ്ദിക്കുന്നത് എന്നും പോലീസ് പറയുന്നു. എന്തായാലും സംഭവത്തിൽ വിശദമായിട്ടുള്ള പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.